activities. Thanks, Manu. There are definite reasons why you have come again as a second, on the second session. I think the way you engage us, make us learn concepts with all these games, make us, or rather, registering those concepts to us in a much better way than any theoretical classes. The way we conceive those concepts are, it comes to us automatically, because every time when you think about a concept, you are actually linking to the activity which you have done. And I think that is one of the beautiful part of you. The second thing is the kind of energy you have, to probably manage this kind of people and making sure that all of them are actually involved. Not even one person was away from any of these activities. I think again a big round of applause to you, Manu. And third one is, as Manu was slightly pointing out, you keep changing your strategies. There was absolutely no resemblance of what we have learned on the last time, especially from an activity point of view when it comes to this program. I think that again that gives us a role model that we also need to keep improving ourselves and think from a different perspective altogether. So thank you so much, Manu, because what you have learned us, or probably what you have taught us today, is what is going to be our base for the next 10 years. And thank you so much again for making that base so strong, so that we are ready to fly to the next phase. Really appreciate Mr. Manu to be here, and we really thank you, because I have attended several programs, but this is really engaging and really productive. So that we hope that we can really get that in our life. That is different, and our career also. I think all of us is benefited, and everybody will be agreeing with me on this. Thank you, Mr. Manu, and we will continue pursuing you for more better. Thank you. Thank you. തേർഡ് സെഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു കാര്യമുള്ളത്, എനിക്ക് ആദ്യം ഫസ്റ്റ് സെഷൻ ഞാൻ CAA ഒരു ട്രെയിനിങ്ങിലായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം ആ സെക്കൻഡ് ടൈം വന്നപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു, ഇത് ഒരെണ്ണം അറ്റൻഡ് ചെയ്താലും സെയിം തന്നെ ആയിരിക്കും വരിക എന്നുള്ളത്. പക്ഷെ അത് ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പം വന്നപ്പോഴും അത് തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് ഇനി റിപ്പീറ്റേഷൻ ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ അങ്ങനെയില്ല, എല്ലാതും 3 സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തത് 3 രീതിയിലായിരുന്നു. ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം അതിന്റെ പുറകിൽ സാർ എടുക്കുന്ന എഫേർട്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത്രയും പ്രിപ്പയർഡ് ആയിട്ട് റിപ്പീറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷം. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വേറെ ലോകത്തായിരുന്നു. കാരണം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. ഞാൻ സോജ സാറിനോട് ചോദിച്ചായിരുന്നു, സാർ ഇതെങ്ങനെയായിരിക്കുമെന്ന്. സാറിനൊരു ടെൻഷനൊന്നും അടിക്കേണ്ട, വളരെ കാമാൻ ക്വയറ്റായിട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ സാറിന്റെ ക്ലാസ്, അതുപോലെ ഓൾ എൻ്റയർ ടീം, ഇവരുടെ എല്ലാം സപ്പോർട്ട് വളരെ 2 days പോയത് അറിഞ്ഞതേയില്ല. ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ മൈ ടീം ആൻഡ് സാർ. ക്ലാസ്സിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. സാറിന്റെ മോട്ടിവേഷൻ വീഡിയോസ് എടുത്ത് കാണാനുണ്ട്. ആദ്യം മാനേജ്മെന്റ് ഞാൻ നന്ദി പറയാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി അല്ലാതെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് വലുതായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഒരു ബിസിനസ് വേൾഡിൽ നടക്കുന്നുള്ള കാര്യങ്ങളും സാറിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് വളരെ നല്ലതായിരുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി, പുതിയ കണക്ഷൻസ് ഉണ്ടാകാൻ പറ്റി, ഒരു നല്ല ടീം ബിൽഡിംഗ് എല്ലാവർക്കും. ഞങ്ങള് ഡിഫീറ്റഡ് ആയെങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസ് നന്നായിട്ട് പോയി. നല്ല ഹാപ്പി ആയിരുന്നു. സാറിന്റെ സെഷൻസ് നല്ല എനർജറ്റിക് ആയി എല്ലാവരും. അങ്ങനെ ഹാപ്പിയാണ്. താങ്ക് യു.